السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്ര വിവരണത്തിൻ്റെ ഭാഗമായി ഗസ്വത്തു ഹുനൈൻ അഥവാ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അവസരത്തിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ത്വായിഫിൽ നിന്നും മടങ്ങിയെത്തിയതിൻ്റെ ശേഷം ഗനീമത്ത് സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം നടത്തുകയാണ്. ഏതായി ഗനീമത്ത്? ഹുനൈനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ധാരാളക്കണക്കിന് ഗനീമത്ത്. മുമ്പൊരിക്കലും കിട്ടിയിട്ടില്ലാത്തത്ര വലിയ സമ്പത്താ കിട്ടിയത്. ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, ഒക്കെ മുസ്ലിമീങ്ങൾക്ക് കിട്ടി. പുരുഷന്മാര് ബന്ദികളായി പിടിക്കപ്പെട്ടു. തീർന്നില്ല, അവരുടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ബന്ധനത്തിലായി. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളാണ്. ആ നിലക്കുള്ള ആടുമാടൊട്ടകങ്ങളും സമ്പത്തും സൈന്യങ്ങളും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഗനീമത്ത് വീതിക്കാൻ തുടങ്ങി. ഗനീമത്ത് വീതിക്കുമ്പോ ഗനീമത്തിന്റെ വലിയൊരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുവിശ്വാസികൾക്കാണ് കൊടുക്കുന്നത്. പുതുവിശ്വാസികൾക്ക് കൊടുക്കണം. വല്ലാത്തൊരു പരീക്ഷണമാണത്. നമ്മൾ മനസ്സിലാക്കണം. സഹാബത്തിന്റെ ക്ഷമയും അവരുടെ ഈമാനികമായ ദാർഢ്യതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുനൈനിൽ കിട്ടിയ വലിയ സമ്പത്ത് ബഹുഭൂരിപക്ഷവും വിതരണം നടത്തുക ആർക്ക്? മക്കം ഫത്ഹിൽ ജയിച്ചടക്കിയിട്ട് നബിന്റെ കൂടെ അല്പകാലമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പോന്ന ആളുകൾക്ക് ധാരാളം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൊടുക്കാൻ കാരണം പറഞ്ഞു. എന്താ? ഇവരിപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. ഇവരെ ഇസ്ലാം ഒന്ന് ഉറക്കാൻ നല്ലതാ, ഇവരുടെ ഈമാൻ ഒന്ന് കൂടാൻ നല്ലതാ, അവരുടെ ഹൃദയം ഒന്നും കൂടിയും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത വല്ലവരുണ്ടെങ്കിൽ അവരൊന്നും കൂടി ഇതിലേക്ക് കടന്നു വരാനും ഇസ്ലാമിൽ അവരുടെ വിശ്വാസം ഒന്ന് ഉറക്കാനും ഒക്കെ നല്ലതാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പലർക്കും വാരിക്കോരി കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉദ്ദേശം ഫലം കണ്ടു. കാരണം അങ്ങനെ മുസ്ലിമൊന്നും ആയിട്ടില്ലാതെ ശരിക്കും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത കൂട്ടത്തിലുണ്ടായിരുന്നു സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു.
അദ്ദേഹമൊക്കെ പറയണ്, ലഖദ് അഅ്താനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അഅ്താനി വഇന്നഹു ലാ അബ്ഗദുൻ നാസി ഇലയ്യ ഫമാ ബരിഹ യുഅ്തീനി ഹത്താ ഇന്നഹു ലാ അഹബ്ബുൻ നാസി ഇലയ്യ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, സഫ്വാൻ എന്ന് പറയുന്ന അന്നതെ ആ മനുഷ്യൻ പറഞ്ഞു, ലഖദ് അഅ്താനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വാരിക്കോരി തന്നു, എനിക്ക് ഒരുപാട് തന്നു. മാഅ്താനി, എനിക്ക് തന്നതൊക്കെ എന്റെ നബി എനിക്ക് തന്നു. വഇന്നഹു ലഅബ്ഗദുൻ നാസി ഇലയ്യ, എനിക്കേറെ ജനങ്ങളിൽ വെറുപ്പുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മുഹമ്മദ്, ഞാനേറെ വെറുത്തിരുന്ന ആളായിരുന്നു മുഹമ്മദ്. പക്ഷേ ഫമാ ബരിഹ യുഅ്തീനി, എനിക്കിങ്ങനെ അദ്ദേഹം തന്നുകൊണ്ടിരുന്നു. ഹത്താ ഇന്നഹു ലാ അഹബ്ബുൻ നാസി ഇലയ്യ, എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് പിന്നെ അദ്ദേഹമായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ തന്ത്രം അത് ഫലിച്ചു. ചിലർക്ക് അങ്ങനെ കൊടുത്താൽ, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവരുടെ വിശ്വാസം ഉറക്കും, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ആ സക്കാത്തിന്റെ അവകാശികളെ ഖുർആൻ എണ്ണിയത് 8 ആളുകളെയല്ലേ? സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളെ എണ്ണിയത് 8 വിഭാഗത്തെയല്ലേ? ആ 8 വിഭാഗം സൂറത്ത് തൗബയിൽ അല്ലാഹു തആല ഇന്നമസ് സദഖാത്തു ലിൽ ഫഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് അല്ലാഹു തആല 8 ആളെ എണ്ണി. അതിൽ ഫുഖറാ മിസ്കീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആൾ, അതൊക്കെ പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞത് വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ടവർ, ഇണക്കപ്പെടേണ്ടവർ എന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ അവന് സക്കാത്തിന്റെ സ്വത്തിൽ നിന്ന് കൊടുത്താൽ അവന്റെ ഇസ്ലാം ഒന്ന് ഉറക്കും. അല്ലെങ്കിൽ ആ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് വായിച്ചും കേട്ടും പഠിച്ചൊക്കെ മനസ്സിലായിട്ട് ഒരാളിങ്ങനെ ഇസ്ലാം തരക്കെടില്ല എന്നിങ്ങനെ തോന്നി നിൽക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ തോന്നുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ വിശ്വാസം ഉറക്കാനും വരാൻ വേണ്ടി ഇങ്ങനെ അടുത്തെത്തി നിൽക്കുന്ന അമുസ്ലിമീങ്ങൾക്കും ആ വകുപ്പിൽ സക്കാത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കാം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗനീമത്ത് സ്വത്ത് വീതിച്ചപ്പോഴും ആ തന്ത്രം പ്രയോഗിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചതുപോലെ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആദ്യം അവരങ്ങനെയാണ് കടന്നു വന്നതെങ്കിലും പിന്നീട് അവർക്ക് പണത്തോട് മോഹമില്ലാതായി. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് എന്തിന് പണം എന്ന നിലക്ക് സർവ്വസമ്പത്തും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അതേ സദഖ കൊടുത്ത മഹാന്മാര് വരെ അന്ന് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ഈ ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ടേണിംഗ് പോയിന്റ് ചിലപ്പോ ചെറിയൊരു കാരണമാവും, പിന്നെ അതിലൂടെ വന്നിട്ട് പിന്നെ അവരണ്ട് ഉറക്കും. പാരമ്പര്യ മുസ്ലിമീങ്ങളെ കാണാൻ അവര് പിന്നെ ഉഷാറായിരിക്കും. അതാണ് ലോക ചരിത്രം, അതാണ് ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കൂ, ഈ വിതരണത്തിൽ ചിലർക്കൊക്കെ അതൃപ്തി തോന്നി. അത് സ്വാഭാവികമാണല്ലോ, സ്വാഭാവികമല്ലേ അത്? കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒപ്പം നിന്നവർക്ക് അതേ കൊടുക്കുന്നില്ല, അവർക്കൊക്കെ ചെറിയ രൂപത്തിലേ കൊടുക്കുന്നുള്ളൂ. ഇന്നലെ കയറി വന്നവർക്ക് ധാരാളം റസൂലുള്ള വാരിക്കോരി കൊടുക്കുന്നു. ആർക്കായാലും മനസ്സിലൊരു വിഷമുണ്ടാവൂലേ? വിഷമുണ്ടായി. അൻസാരികളായ ചില സ്വഹാബിമാരുടെ മനസ്സിൽ വരെ അത് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉതിർ റജുല വഅദഉർ റജുൽ, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല കേട്ടോ. വല്ലദീ അദഉ അഹബ്ബു ഇലയ്യ മിനല്ലദീ അഅതാ, അതെ ഞാൻ ആർക്കാണോ കൊടുത്തത് അവനേക്കാൾ ഞാൻ കൊടുക്കാത്തവനോടായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം സ്വഹാബത്തിനോട് പറയാ, ഞാൻ ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുക്കാത്തത് ഇഷ്ടമല്ലായിട്ടാണ് നിങ്ങൾക്ക് തോന്നരുത്, കൊടുക്കാത്തവനോടായിരിക്കും എനിക്ക് കൊടുത്തവനുള്ളതിനേക്കാൾ ഇഷ്ടം. നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നു. മാത്രമല്ല വലാകിൻ ഉഅ്തി, ചിലപ്പോ ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുന്നത് ലിമാ റാഫി ഖുലൂബിഹിം മിനൽ ജസഇ വൽ ഹലഇ, അവരുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയും ബേജാറുമൊക്കെയുള്ള ആളുകളുണ്ട്. ഇസ്ലാം അങ്ങനെ ഉറച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ മുർത്തദ്ദായി പോകാൻ സാധ്യതയുണ്ട്. അവരാരും നരകത്തിൽ പോകാൻ കാരണമാകരുത്, അവർക്കും കിട്ടണം സ്വർഗം. ഇപ്പേരിൽ മാത്രം അവരാരും പോയിക്കൂടാ.
അതുകൊണ്ട് അവരുടെ മനസ്സിനെ ഒന്ന് ഇണക്കാൻ വേണ്ടിയും ഞാൻ കൊടുക്കും. വാകിലു അഖ്വാമൻ ഇലാ മാ ജഅലല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഗിനാ വൽ ഖൈർ. അതേ അവസരത്തിൽ കുറെ ആളുകൾക്ക് ഞാൻ കൊടുക്കൂല. കാരണം എന്താ? അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നല്ല ധൈര്യമുള്ളവരാണ്, നല്ല ഈമാനുള്ളവരാണ്, വളരെ നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്, അതെനിക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കാൻ. മാത്രല്ല പിന്നെയും അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, അവരുടെ മനസ്സിനെ ഇണക്കാൻ വേണ്ടിയാണ് അതേ ഇപ്പൊ കുഫ്റിന്ന് കയറി വന്ന ഇന്നലെ വന്ന പൊതുവിശ്വാസികൾക്കും ഞാൻ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. പിന്നെയും അവിടുന്ന് പറഞ്ഞു, ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും, അവനേക്കാൾ എനിക്കിഷ്ടം ഞാൻ കൊടുക്കാത്ത ആ വ്യക്തിയോടായിരിക്കും. പക്ഷേ ഞാൻ ഇയാൾക്ക് എന്തിനാ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു പോകും, അയാൾ നരകത്തിയിൽ പെടുമല്ലോ, അയാൾ നരകക്കാരനായി പോകുമല്ലോ. ഒരാളെങ്കിലും സ്വർഗത്തിലെത്തണം, എന്റെ ഉമ്മത്തിലെ ഒരാളും നരകത്തിലെത്തരുതെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തിനും നന്മ വരണം, ഒരാളും നരകത്തിലെത്തരുതെന്ന് ആശിക്കുന്ന മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന് വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നോട്ടെ എന്നല്ല, കൊടുത്തിട്ടെങ്കിലും അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ഒരാളെങ്കിലും നരകത്തിൽ പെടാതെ പോകുമല്ലോ എന്ന കാരുണ്യത്തിന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. കാരണം ചില സഹാബികളൊക്കെ കുശുകുശുക്കാൻ തുടങ്ങിയതാണ്. റസൂൽ കേൾക്ക പറഞ്ഞില്ല. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അൻസാരികളൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി, ചിലരൊക്കെ കുശുകുശുക്കാൻ തുടങ്ങി. ഇദാ കാനത്ത് ശിദ്ദതു ഫനഹ്നു ദുആ, പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെയാണ് വിളിക്കാറുള്ളത്. നല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള കാലത്ത് നമ്മളാ ഒപ്പം നിന്നത്, അന്ന് നമ്മളെയാണ് എല്ലാത്തിനും വിളിക്കപ്പെട്ടത്. എന്നാൽ ഗനീമത്ത് ധാരാളം വന്നു നോക്കുമ്പോ കൊടുക്കുന്നതൊക്കെ നമ്മളല്ലാത്തവർക്കുമാണ്. ഇതെന്ത് നീതിയാണ്? ഇത് ശരിയായില്ല. പ്രയാസമുള്ള കാലത്തൊക്കെ ഒപ്പം നിൽക്കാൻ നമ്മളെ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഒരുപാട് സമ്പത്തൊക്കെ കൈവന്ന് ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോ കൊടുക്കണതൊക്കെ അവർക്കാ എന്ന് വരെ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വികാരം, ഒരു തോന്നൽ മനസ്സിലുണ്ടായി. അവർ പരസ്പരം സ്വകാര്യമായി പങ്കുവെക്കാനും തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതിൽ ആ വിവരമെത്തി. ഒരു ചെറിയ സ്ഥലത്ത്, ഒരു ചെറിയ കൂടാരത്തിലേക്ക് അൻസാരികളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളെ, മാ ഹദീസുൻ ബലഗനി അൻകും, എന്താ ഞാൻ ഈ കേട്ടത്? എന്താണ് നിങ്ങളെക്കുറിച്ച് ഞാൻ ഈ കേട്ടത്? നിങ്ങളങ്ങനെ പറഞ്ഞോ? നിങ്ങളങ്ങനെ സംസാരിച്ചുവോ എന്റെ അൻസാരികളെ? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഫസക്കതൂ, ഒരൊറ്റ അൻസാരി സഹോദരനും മിണ്ടുന്നില്ല. നബിതങ്ങൾ പറഞ്ഞത് നിഷേധിക്കാൻ പോകുന്നില്ല, മിണ്ടുന്നില്ല, മൗനം പാലിച്ചിരിക്കുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളുടെ സമൂഹമേ, അമാ തർലൗന അൻ യദ്ഹബൻ നാസു ബിദ്ദുനിയാ വതദ്ഹബൂന ബിമുഹമ്മദിൻ തഹൂസൂനഹു ഇലാ ബുയൂതികും. അമാ തർലൗന, ഓ അൻസാറുകളെ, നിങ്ങൾക്ക് തൃപ്തിയില്ലേ? നിങ്ങൾ തൃപ്തിപ്പെടൂലേ? അൻ യദ്ഹബൻ നാസു ബിദ്ദുനിയാ, ആളുകളൊക്കെ ദുനിയാവും കൊണ്ട് പോകട്ടെ, ആളുകളൊക്കെ ദുനിയാവും കൊണ്ട് പോയിക്കോട്ടെ. വതദ്ഹബൂന ബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് കൂടെയില്ലേ? തഹൂസൂനഹു ഇലാ ബുയൂതികും, ആ റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നതല്ലേ നിങ്ങൾക്ക് തൃപ്തി? അവരൊക്കെ മുതലും കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്നെയും കൊണ്ടല്ലേ നിങ്ങളെ വീട്ടിലേക്ക് പോണത്? ഞാനല്ലേ നിങ്ങളെ കൂടെ? നിങ്ങൾ എന്റേതല്ലേ, ഞാൻ നിങ്ങളുടേതല്ലേ? വളരെ സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ സഹാബത്തൊന്നടങ്കം പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതെ. റളീനാ റളീനാ റളീനാ, അവര് പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അതെ,
ഞങ്ങൾക്ക് പ്രവാചകരെ അങ്ങ് മതി, ഞങ്ങൾക്ക് മുതൽ വേണ്ട, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, അങ്ങ് മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ മുതല്? അതേ, ഞങ്ങൾക്ക് അങ്ങയെയും കൊണ്ട് തിരികെ പോകാൻ സാധിക്കുന്നു മദീനയിലേക്ക്, ഞങ്ങളുടെ കൂടെ തന്നെയാണല്ലോ അങ്ങ് വരിക. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പിന്നെയും പറഞ്ഞു, അൻസാരികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളുമായുള്ള ഹൃദയത്തിന്റെ അടുപ്പം നിങ്ങൾ അറിയണം. ലൗ സലകന്നാസു വദിയൻ വസലകത്തിൽ അൻസാറു ശിഅബൻ ലാ ഖദതു ശിഅബൽ അൻസാർ. ജനങ്ങളൊക്കെ ഒരു സൗകര്യമുള്ള താഴ്വരയിലേക്ക് പ്രവേശിക്കുകയും വസലകത്തിൽ അൻസാറു ശിഅബാ, ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു മലമ്പ്രദേശത്തേക്ക്, താഴ്വരയിലേക്ക്, പ്രദേശത്തേക്ക് അൻസാരികൾ അങ്ങോട്ടാണ് പോയതെങ്കിൽ ലാ ഖദതു ശിഅബൽ അൻസാർ, അൻസാരികൾ പോയയിടത്തെ മുഹമ്മദ് ഉണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ. മറ്റെല്ലാവരെക്കാളും എനിക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ്. ആരാരുമില്ലാത്ത കാലത്ത് എനിക്ക് അഭയം നൽകിയവരാണ്, എന്റെ സ്വഹാബത്തിന് സഹായിച്ചവരാണ്, അൻസാറുകളാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളായ സമൂഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നു. എല്ലാവർക്കും തൃപ്തിയായി, എല്ലാവർക്കും തൃപ്തിയായി. അള്ളാന്റെ റസൂലിന്റെ ചോദ്യം എന്താ? നിങ്ങൾക്ക് എന്തിനാടാ മുതൽ? ഞാനില്ല നിങ്ങൾക്ക് എന്നാ ചോദിച്ചു. പച്ച മലയാളത്തിൽ നമ്മളെ പ്രയോഗം പറഞ്ഞ അങ്ങനെ, നിങ്ങൾക്ക് എന്തിനാ മുതൽ? ഞാനില്ല നിങ്ങൾക്ക് എന്നാ ചോദിച്ചു. അതെ അതെ അതേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, അവന് ഏറ്റവും വേണ്ടപ്പെട്ടവൻ ഞാനായി തീരുവോളം, അവന്റെ എല്ലാത്തിനേക്കാളും, മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഞാനൊരാൾക്ക് ഇഷ്ടപ്പെട്ടവനായി തീരുവോളം അയാൾ മുഅ്മിനല്ല. അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ സ്നേഹിച്ചവരാണ്. അതുകൊണ്ടാണ് ആ വർത്തമാനം കേട്ടപ്പോ അവരങ്ങ് അടങ്ങി വല്ലാതെ കരയാൻ മാത്രം മനസ്സ് വളർന്നത്. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഉള്ളിൽ പറയും ആ വക സോപ്പൊന്നും ഇടണ്ട, ആ വക രൂപത്തിലുള്ള വർത്താനം കൊണ്ടൊന്നും കാര്യമില്ല, മുതൽ തന്നേ പറ്റൂ. പറഞ്ഞില്ല. അവരുടെ ഈമാൻ ഉറപ്പാണ്, അവർക്ക് റസൂലുള്ളാഹിനെയാണ് വേണ്ടത്, ആ മഹബ്ബത്താണ് വേണ്ടത്, അവിടുത്തെ കൂടെ നാളെ സ്വർഗത്തിലെത്തുകയാണ് വേണ്ടത്. അങ്ങനെ ആശിച്ച് മോഹിച്ച് നടക്കുന്ന അവർക്ക് ഭൗതികമായ ഒരു മോഹവും അവരെ തീണ്ടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നം പരിഹരിച്ചു. അപ്പോഴും കൂട്ടത്തിലൊക്കെ ചിലർ ചാടി എണ്ണീറ്റ് മുഹമ്മദ് നീതി പാലിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലട്ടെ ഞാൻ അവനെ എന്ന് ചോദിച്ചു. വേണ്ട, കൊല്ലണ്ട, അവനങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാ നീതി പാലിക്കാന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടി വന്നു. പ്രവാചകൻ ആരെയും കൊല്ലാൻ സമ്മതിച്ചില്ല. നബി മുഹമ്മദ് അവന്റെ അനുയായികളെ തന്നെ വിജയത്തിന്റെ അഹങ്കാരം കിട്ടിയപ്പോ കൊന്നു നുറുക്കുന്നു എന്ന് ആളുകൾ പറയും. വേണ്ട, ഒന്നും പ്രശ്നമല്ല, സാരല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയൊക്കെ പരിഹരിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ ഗനീമത്ത് സ്വത്തൊക്കെ വീതിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തു, പട്ടാളക്കാർക്കൊക്കെ. അങ്ങനെ വിതരണമൊക്കെ കഴിഞ്ഞ ശേഷം ഹവാസിനിൽ നിന്ന് വലിയൊരു സംഘം വരുന്നു. ആരാ ഹവാസിൻ? ഹുനൈൻ യുദ്ധത്തിന് നേതൃത്വം നൽകിയിരുന്ന മാലിക് ബിൻ ഔഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം. മാലിക് ബിൻ ഔഫ് വന്നിട്ടില്ല. അവിടുന്നുണ്ട് വലിയ ഒരു ടീം. പരാജയപ്പെട്ടു പോയ ആളുകൾ ഇങ്ങനെ തിരിച്ചു വരുന്നു. എല്ലാവരും വന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അതാ വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർ റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുന്നു, ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത മുതലും ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മടക്കി തരണം. ഇതാണ് അവരുടെ ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടും കൂടി തരാൻ പറ്റൂല, ഒന്നുകിൽ സ്വത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധിക്കപ്പെട്ട ആളുകൾ, ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ബന്ധിക്കപ്പെട്ട കുട്ടികളെയും മക്കളെയും പെണ്ണുങ്ങളെയൊക്കെ കിട്ടിയാൽ മതി. അവരെ തെരഞ്ഞെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി, ആ സഹാബത്തിനോട് നിർബന്ധിക്കാൻ പോകുന്നുണ്ട്, ഇതൊക്കെ വീതിച്ചു കൊടുത്തില്ലേ? തിരിച്ചു കൊടുക്കുക എല്ലാവരും ഒന്ന് കൽപ്പനാസ്വരത്തിൽ പറയാമായിരുന്നു നബിക്ക്. നബി പറഞ്ഞ ആരും അനുസരണക്കേടൊന്നും പറയില്ല. പക്ഷേ അതിലൂടെയും ഒരു പാഠം അവിടുന്ന് പഠിപ്പിക്കുന്ന മഹാനായ നേതാവ്, ലോകത്തിനൊരു വലിയ പാഠം നൽകുന്ന മഹാനായ നേതാവ് ഇവിടുന്ന് നിർബന്ധിക്കുന്നില്ല സഹാബിമാരോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഇതാ ഇവര് മുസ്ലിമീങ്ങളായി വന്നിരിക്കുന്നു, നമ്മൾ എന്താ ചെയ്യണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഇഖ്വാനകും ഹൗലായി ജാഊന തായിബീന
വഇന്നി അറദ്തു അൻ നറുദ്ദ ഇലൈഹിം സബിയഹും ഫമൻ അഹബ്ബ മിൻകും അൻ യതീബ ദാലിക ഫൽയഫ്അൽ വമൻ അഹബ്ബ അൻ യകൂന അലാ ഹദ്ദിഹി ഹത്താ നുഅതിയഹു ഇയ്യാഹു മിൻ അവ്വലി മാ യഫീഉല്ലാഹു അലൈനാ ഫൽയഫ്അൽ. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിമാരെ, നമ്മുടെ സഹോദരങ്ങൾ ഇതാ തൗബ ചെയ്തുകൊണ്ട് നമ്മിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവരൊക്കെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് ബന്ദികളായി പിടിച്ചവരെ തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളിൽ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ മനസ്സുണ്ടാവണം. നിർബന്ധിക്കാൻ എനിക്ക് വകുപ്പില്ല. കാരണം നിങ്ങൾക്ക് തന്ന മുതലാ, നിങ്ങളുടേതാ സ്വത്ത്. ഇനി നിങ്ങൾ കൊടുത്താൽ നല്ലത്. എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഒരു റെക്കമെൻഡ് ശഫാഅത്ത് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട്. നോക്കണം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു നേതാവിന് ലോകത്ത് കാണും. കൊടുക്കണം മുതൽ ഞാനാ പറയണേന്നല്ല പറയാം. അധികാരസ്വരം, സ്വേച്ഛാധിപതികൾ, വലിയ ആളുകൾ, കൂടിയാലോചന ഇല്ലാത്തവർ, അങ്ങനെയല്ലേ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ല. എന്റെ അഭിപ്രായം എങ്ങനെയാണ്? അവർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ ആശിക്കുന്നത്. നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? കൊടുത്താൽ നല്ലതായിരുന്നു. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. നിർബന്ധിക്കാതെ പറയുന്നു. ഇനി അതല്ല, കിട്ടിയത് അങ്ങനെ തന്നെ കയ്യിൽ വെക്കണം എന്ന് തോന്നുന്നുവോ അങ്ങനെയും ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച മഹാന്മാരല്ലേ. ഫഖാലന്നാസു, ജനങ്ങളൊന്നടങ്കം പറഞ്ഞു, തയ്യബന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. എല്ലാം തിരിച്ചു കൊടുത്തു. നോക്കണം, അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവസാനം ഹവാസിനിന്റെ നേതാവായി ഹുനൈനിൽ പടയൊരുക്കത്തിന്റെ നായകനായി വന്നിരുന്ന മാലിക് ഇബ്നു ഔഫ്, അദ്ദേഹം വന്നിട്ടില്ലങ്ങട്ട്. വന്നവരോട് ചോദിച്ചു, എന്താ മാലിക്കിന്റെ വർത്താനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിഞ്ഞു. മാലിക്കിന്റെ നിലപാടെന്താന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നാട്ടുകാർ പറഞ്ഞു, ചെറിയൊരു ഇളക്കുണ്ട്. കുറച്ച് മുതലൊക്കെ കൊടുത്താൽ വലിയ വിഷമത്തിലാണ്, ഒരുപാട് സമ്പത്തൊക്കെ പോയതിൽ. കുറച്ച് തിരിച്ചു കൊടുത്താൽ വരാനുള്ള വകുപ്പുണ്ട്. ഇത് കേട്ടതിലപ്പുറം അള്ളാന്റെ റസൂലിന് സന്തോഷമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു, ചെല്ല് മാലിക്കിനെ കാണ്. 100 ഒട്ടകത്തെ കൊടുത്തയച്ചു. പറഞ്ഞയച്ചു. ഒരാള് മുസ്ലിമാകല്ലേ, ഒരാള് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ. അതേ, ഒരാളും നരകത്തിയിലെത്തരുതെന്ന നസീഹത്തുള്ള നേതാവ്, ലോകത്ത് വന്ന നേതാക്കളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആളെ പറഞ്ഞേക്കുന്നു, മാലിക്കിനോട് സംസാരിപ്പിക്കുന്നു. അദ്ദേഹം വരുന്നു, ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകുന്നു. ഇസ്ലാമിന് വമ്പിച്ച സേവനങ്ങൾ പിൽക്കാലത്ത് ചെയ്യുന്നു. ഒരുപാട് ധനം ഇസ്ലാമിന്റെ മാർഗത്തിൽ വാരിക്കോരി മഹാനവറുകൾ കൊടുക്കുന്നു. സമ്പത്ത് ഇസ്ലാമിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചുകൊണ്ട് ഒരു ധീരനായ സഹാബിയായിക്കൊണ്ട് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന്റെ വിശാലതയുടെ ഗുണഫലങ്ങൾ. റഹ്മത്തുൽ ലിൽ ആലമീൻ. അതെ, അവിടുന്ന് എല്ലാത്തിലും നേതാവാണ്, എന്തിനും മാതൃകയാണ്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ നിന്നും നമ്മൾ പകർത്തിയെടുക്കേണ്ടത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ ധാരാളമായി അറിയുകയും അവിടുത്തോടുള്ള മഹബത്തിനെ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ വിശ്വാസാചാര അനുഷ്ഠാന സമ്പ്രദായ സ്വഭാവങ്ങളിൽ ജീവിതത്തിൽ വലിയ പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മിൽക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.